മാസ്റ്റർ കെയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രീഡം മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. ഫ്രീഡം മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച് തീർന്നു. ഫ്രീഡം മൂവ്മെൻറ്റ് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഒരുവിധം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാമേ. അപ്പം ഇതുവരെ PSC റീസെൻ്റായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊന്ന് നോക്കാം. അപ്പോൾ ശരി, നോക്കാമേ. The radical wing of Congress party with Jawaharlal Nehru as one of its main leaders founded the Independence for India League in opposition to. അതാണ് ക്വസ്റ്റ്യൻ ഇല്ലേ. എന്താണ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് രൂപീകരിച്ചത് ഏത് പ്രധാന സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് എന്നാണ് ചോദ്യം കേട്ടോ. ഏത് പ്രധാനപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നമുക്ക് നോക്കാം. അപ്പം ജവഹർലാൽ നെഹ്റു ആരംഭിച്ച ഒരു സംഘടനയാണ് ഏത്, ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്നതില്ലേ. അപ്പം അദ്ദേഹം ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഈ ഒരു സംഘടന രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ ഫിനാൻസ് കമ്മീഷൻ, ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നെഹ്റു റിപ്പോർട്ട്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ പഠിച്ചിരുന്നു ഇല്ലേ. ഏതാണ്, നെഹ്റു റിപ്പോർട്ടിൽ പ്രതിഷേധിച്ചാണ് ഇല്ലേ. 1928 മോട്ടിലാൽ നെഹ്റു ആരംഭിച്ച റിപ്പോർട്ടാണ് ഇത്, നെഹ്റു റിപ്പോർട്ട്. ഈ നെഹ്റു റിപ്പോർട്ടിൽ അല്ലെങ്കിൽ മോട്ടിലാൽ നെഹ്റു അവതരിപ്പിച്ച റിപ്പോർട്ടാണ് ഇത്, നെഹ്റു റിപ്പോർട്ട്. ഈ നെഹ്റു റിപ്പോർട്ടിൽ പ്രതിഷേധിച്ചാണ് ജവഹർലാൽ നെഹ്റു ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following was an emigre communist journal of M.N. Roy? Okay, M.N. Roy, Dr. M.N. Roy. M.N. Roy എന്താണ് ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് ജേണൽ ഏതാണെന്നാണ് ചോദിച്ചത് ഇല്ലേ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്, M.N. റോയ് ആണ് ഇല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആരാണത്, M.N. റോയ് ആണ്. അദ്ദേഹം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചപ്പോൾ അദ്ദേഹം ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് ജേണൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കിസാൻ സഭ, ഓപ്ഷൻ ബി വാൻഗാർഡ്, ഓപ്ഷൻ സി ദി വർക്കർ, ഓപ്ഷൻ ഡി അനുശീലൻ എന്നതാണ് കേട്ടോ. അനുശീലൻ, ഈ 4 കൊടുത്തിരിക്കുന്നത്. ഏതാണ് ആൻസർ, വാൻഗാർഡ് ആണ് കേട്ടോ, വാൻഗാർഡ്. അപ്പം M.N. റോയ് ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് ജേണൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്, വാൻഗാർഡ് ആണ് കേട്ടോ, വാൻഗാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ ഫോളോയിങ് ഈവൻറ്റ്സ്? താഴെ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ എന്താണ് വർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റായിട്ട് അതിനെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതിനെ അടയാളപ്പെടുത്തുക എന്നാണ് പറയുന്നത്. നോക്കാം. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ദ ലക്നൗ പാക്റ്റ് ആണ്. Then option A ലക്നൗ പാക്റ്റ്. Then ഓപ്ഷൻ ബി എന്താണ്, ഇൻട്രഡക്ഷൻ ഓഫ് ഡയാർക്കി. ഓപ്ഷൻ സി എന്താണ്, ദ റൗലറ്റ് ആക്ട്. ഓപ്ഷൻ ഡി ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നതാണ്. അപ്പം 4 കൊടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റായിട്ട് സ്വീക്വൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വർഷം നമ്മൾ എഴുതണം ഇല്ലേ. നമുക്ക് ആദ്യം അറിയാം പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905 ആണെന്നറിയാം. റൗലറ്റ് ആക്ട് ആണെങ്കിൽ 1919 നമുക്കറിയാം. ഡയാർക്കി സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ്, ഡയർക്കി സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1921 അല്ല സോറി, ലക്നൗ പാക്റ്റ് ആണ് എന്ത്, 1921 ലക്നൗ പാക്റ്റ് ആണെങ്കിൽ 1960 ഇല്ലേ. 1960 ലക്നൗ പാക്റ്റ് അറിയാം നമുക്കില്ലേ. മുസ്ലിം ലീഗും INC കൂടി ചേർന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഇത് ലക്നൗ പാക്റ്റ് ഇല്ലേ. INC മുസ്ലിം ലീഗും കൂടിയുള്ള ഉടമ്പടിയാണ് ഇത് ലക്നൗ പാക്റ്റ്. 1960 വരുന്നത്. പിന്നെ എന്താണ്, ഡയാർക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1990 ഡയാർക്കി നിലവിൽ വന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് 1921. നെക്സ്റ്റ് എന്താണ്, റൗലറ്റ് ആക്ട് ആണ് ഇല്ലേ. റൗലറ്റ് ആക്ട് നമുക്കറിയാം 1919 റൗലറ്റ് ആക്ട് എന്ന് നമുക്കറിയാം. നെക്സ്റ്റ് വൺ ഏതാണ്, റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് എന്താണ് സൈഫുദ്ദീൻ കിച്ലൂനെയൊക്കെ എന്താണ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് അതിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗ് സംഭവം ഉണ്ടായതെന്നൊക്കെ നമുക്കറിയാം. ആ കഥയൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. നെക്സ്റ്റ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വരുന്നത് 1905 അല്ലേ. 1905 അപ്പം ഓർഡർ നമുക്ക് നോക്കാം. 1905, 1916, 1919, 1921. അപ്പോൾ ഏതാണ്, 1 2 3 4 ഇട്ടിട്ട് നോക്കാം. 4 1 3 2 4 1 പിന്നെന്താണ് കൊടുത്തിരിക്കുന്നത് 3
2 അങ്ങനെയാണ് ഓർഡർ വന്നേക്കുന്നത് അല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ വർഷം എഴുതുക. അതിൻ്റെ വർഷം എഴുതിയിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, അതിനെ ഓർഡർ ആക്കാൻ നോക്കുക, കറക്റ്റ് സീക്വൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പം എല്ലാ പ്രധാന സംഭവത്തിൻ്റെയും ഇയർ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. In 1930, Mahatma Gandhi started civil disobedience movement from നോക്കിയേ 1930 ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചത് അല്ലേ. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, അതായത് ഇനി മുതൽ ബ്രിട്ടീഷുകാരുടെ ഒരു നിയമങ്ങളും എന്ത് ചെയ്യില്ല, അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് ദണ്ഡി ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ദണ്ഡി മാർച്ചോടുകൂടിയാണ് അല്ലേ. ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ ഉപ്പ് കുറുക്കുക എന്ന എന്താണ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം എന്താണ്, ജനങ്ങൾക്ക് എന്തില്ല, ഉപ്പ് കുറുക്കാനായിട്ട് അല്ലെങ്കിൽ ഉപ്പ് നിർമ്മിക്കാനുള്ള അധികാരമില്ല. അതൊരു ബ്രിട്ടീഷ് മൊണപ്പൊളിയാണ് അല്ലേ. ബ്രിട്ടന് മാത്രമേ അതിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബ്രിട്ടന്റെ ആ നിയമത്തിനെതിരെ ഉപ്പ് കുറക്കാനായിട്ട് ഗാന്ധിജി തീരുമാനിച്ചതാണിത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉപ്പ് കുറുക്കാൻ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണെന്നാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ടുന്നത്. സബർമതിയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? സബർമതിയിൽ നിന്നാണ് കേട്ടോ, സബർമതിയിൽ നിന്നാണ്. അപ്പം നമ്മളത് ഓർത്തു വെച്ചേക്കണം. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഗാന്ധിജി ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ സബർമതിയിലാണ് കേട്ടോ, സബർമതിയിൽ നിന്നാണ്. സബർമതിയിൽ നിന്നും ദണ്ഡിയിലേക്കല്ലേ അദ്ദേഹം പോയത്. നെക്സ്റ്റ് ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഇതിനകത്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്ത പെയർ ഏതാണെന്നാണ് ചോദ്യം. ആദ്യത്തെ പെയർ നോക്കിയേ, ജംനാലാൽ ബജാജ് സത്യാഗ്രഹ ആശ്രമം അറ്റ് വാർധ. വാർധയിൽ സത്യാഗ്രഹ ആശ്രമം ആരംഭിച്ചപ്പോൾ അതിൽ പങ്കുകൊണ്ടൊരു വ്യക്തിയാണ് ആര്? ജംനാലാൽ ബജാജ്. ആരാണ്? ജംനാലാൽ ബജാജ്. അത് കറക്റ്റാണ് അല്ലേ, കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? ദാദാഭായ് നവറോജി. ബോംബെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? ദാദാഭായ് നവറോജി. കറക്റ്റ് ആണ്, അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ലാലാ ലജ്പത് റായ് നാഷണൽ സ്കൂൾ അറ്റ് ലാഹോർ. അതും കറക്റ്റ് ആണ്. ലാഹോറിൽ നാഷണൽ സ്കൂൾ ആരംഭിച്ചതിൽ പങ്കുകൊണ്ട വ്യക്തിയാണ് ആര്? ലാലാ ലജ്പത് റായ്. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ബാലഗംഗാധര തിലക് സത്യശോധക് സമാജ്. നോക്കിയേ, സത്യശോധക് സമാജ് നമുക്കറിയാം അത് ആരുടേതാണ്? ജ്യോതിറാവു ഫുലെയുടേതാണ് ഇല്ലേ. ആരുടേതാണ്? ജ്യോതിറാവു ഫുലെ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇത് സത്യശോധക് സമാജ്. അതുകൊണ്ട് തന്നെ അത് ബാലഗംഗാധര തിലകൻ്റെതല്ല. ഇതിനകത്ത് കറക്റ്റ്ലി മാച്ച് ആവാത്ത പേർ ഏതാണെന്ന് വെച്ചാൽ എന്താണ്? മാച്ച് ആവാത്ത പേരാണ് ഇത് ബാലഗംഗാധര തിലക് സത്യശോധക് സമാജ് എന്ന് പറയുന്ന പേര്. അപ്പം ഈ ഒരു പേരാണിത് കറക്റ്റ്ലി മാച്ച് അല്ലാത്തത്. അപ്പം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത്. അപ്പം അങ്ങനെ തന്നാലും, അതായത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിക്കാം, കറക്റ്റായിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഇങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. നെക്സ്റ്റ് വൺ ഈസ് ദ സരാബന്ദി മൂവ്മെന്റ് അല്ലെങ്കിൽ സരാബന്ദി ക്യാമ്പയിൻ ഓഫ് 1922 വാസ് ലെഡ് ബൈ. നോക്കിയേ, അതായത് എന്താണ്? ടാക്സ് കൊടുക്കില്ല അല്ലെങ്കിൽ എന്താണ് നികുതി നൽകില്ല എന്നതുമായി ബന്ധപ്പെട്ട, ആദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് നോ ടാക്സ് മൂവ്മെന്റ് ആണ് അല്ലേ. നികുതി നൽകില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിൻ ആണ് ഏത്? സരാബന്ദി ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഈ സരാബന്ദി ക്യാമ്പയിൻ 1922 ആരംഭിച്ചത് അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഓപ്ഷൻ എ ഭഗത് സിംഗ് കൊടുത്തിട്ടുണ്ട്, ചിത്തരഞ്ജൻ ദാസ് അല്ലെങ്കിൽ CR ദാസ് കൊടുത്തിട്ടുണ്ട്, രാജ്ഗുരു കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് വല്ലഭായ് പട്ടേൽ. ആരാണ് സരാബന്ദി ക്യാമ്പയിന് നേതൃത്വം നൽകിയത്? 1922 സരാബന്ദി ക്യാമ്പയിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. നമുക്കറിയാമില്ലേ ഏതൊക്കെയാണ്? നമ്മുടെ ഖേദ സത്യാഗ്രഹം, ഗുജറാത്തിലെ ഖേദയിൽ നടന്ന ഖേദ സത്യാഗ്രഹ, ബർദോളി സത്യാഗ്രഹ,
അല്ലെ. കേദാ സത്യാഗ്രഹം എന്നാണ് 1918, ബർദൌളി സത്യാഗ്രഹം 1928. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് ആരാണ്? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. സരാബന്ദി ക്യാമ്പയിൻ 1922 ആരംഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും അത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ്. CR ദാസിനെ നമുക്കറിയാം അല്ലേ. CR ദാസ് ആരാണ്? നമ്മുടെ ഗാന്ധിജിയുടെ ഗുരു ആരാണെന്ന് വെച്ചാൽ ആരാണ്? നമ്മൾ പറയും ഗോഖലെയാണെന്ന് അല്ലേ. ഗോഖലെയാണ് എന്ത് ഗാന്ധിജിയുടെ ഗുരു എന്ന് പറയുന്നത്. ഇനി ഗോഖലെയുടെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ CR ദാസ് ആണ്, അല്ലെങ്കിൽ ചിത്തരഞ്ജൻ ദാസ് ആണ് കേട്ടോ. നമ്മുടെ ഗാന്ധിജിയുടെ ഗുരു ആരാണെന്ന് വെച്ചാൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു കേട്ടോ. രാഷ്ട്രീയ പൊളിറ്റിക്കൽ മാസ്റ്റർ ആരാണെന്ന് വെച്ചാൽ ആരാണത്? അത് നമ്മുടെ ഗോഖലെയാണ്. ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് വെച്ചാൽ ആരാണ്? CR ദാസ് അല്ലെങ്കിൽ ചിത്തരഞ്ജൻ ദാസ് ആണ് അല്ലേ. ചിത്തരഞ്ജൻ ദാസ് ആണ്. രാജ്ഗുരുവിനെ നമുക്കറിയാം. ഭഗത് സിംഗിനോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട ആളാണ് ആര്? രാജ്ഗുരുവിലെ രാജ്ഗുരു, സുഖദേവ്, ഭഗത് സിംഗ് എന്നിവരെ 3 പേരെയും ഒന്നിച്ചാണ് എന്ത് ചെയ്തത്? തൂക്കിലേറ്റിയത്. അതുകൊണ്ട് രാജ്ഗുരുവിനെ നമുക്ക് അറിയാവുന്ന ആളാണ്, നമ്മൾ കേട്ടിട്ടുള്ള വ്യക്തി തന്നെയാണ്. Next one നോക്കിയേ. Which one of the following first mooted the idea of the Constituent Assembly to frame a constitution for India? നോക്കിയേ. അതായത് എന്താണ്? ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പാർട്ടി ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് സ്വരാജ് പാർട്ടിയാണ് അല്ലേ. ആരാണ്? സ്വരാജ് പാർട്ടിയാണ്. പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണ് കേട്ടോ. വ്യക്തിയാണെങ്കിൽ നമുക്ക് MN റോയിയെ പറയാം. പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. 1934 രൂപീകൃതമായ സ്വരാജ് പാർട്ടിയാണ് എന്താ ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ആരാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? ആരാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്? സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് CR ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടിയാണ് അല്ലേ. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് വെച്ചാൽ ആരാണ്? അത് അപ്പോൾ എന്നാണ് നമ്മുടെ സ്വരാജ് പാർട്ടി രൂപീകൃതമായത്? സ്വരാജ് പാർട്ടി രൂപീകൃതമായത് 1923 അല്ലേ. CR ദാസും മോട്ടിലാൽ നെഹ്റുവും കൂടിയാണ് എന്ത് രൂപീകരിച്ചത്? സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. സ്വരാജ് പാർട്ടിയാണ് ആദ്യമായിട്ട് ഭരണഘടനാ കരട് സമിതി അല്ലെങ്കിൽ ഭരണഘടന, ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് കേട്ടോ. കാണാൻ വയ്യല്ലേ? ഇവിടെ എഴുതാമേ. CR ദാസ്, മോട്ടിലാൽ നെഹ്റു രണ്ടുപേരും കൂടിയാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. 1923 സ്വരാജ് പാർട്ടി രൂപീകൃതമാകുന്നത്. 1923 മറന്നു പോകല്. സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പാർട്ടി കേട്ടോ. പാർട്ടി ചോദിച്ചാലാണ് ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആരാണത്? MN റോയ് ആണ്. ആരാണ്? MN റോയ് ആണ് കേട്ടോ. MN റോയ് ആണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PR അംബേദ്കർ. 8th ക്വസ്റ്റ്യൻ നോക്കിയേ. PR അംബേദ്കർ was elected to the Constituent Assembly from. then BR അംബേദ്കർ എന്താണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ നിന്നാണ് എന്നാണ് ചോദ്യം. എവിടെ നിന്നാണ്? ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഓപ്ഷൻ ബി മധ്യഭാരത്, ഓപ്ഷൻ സി ബോംബെ പ്രസിഡൻസി, ഓപ്ഷൻ ഡി പഞ്ചാബ്. അപ്പോൾ നോക്കിയേ, ഓപ്ഷൻ എ വെസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. ബംഗാളിൽ നിന്നാണ് നമ്മുടെ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ, അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് കേട്ടോ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് അല്ലേ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ആര്? നമ്മുടെ BR അംബേദ്കർ. അതായത് ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ ചെയർമാനാണ് ആര്? നമ്മുടെ BR അംബേദ്കർ. ഓർത്ത് വെച്ചേക്കണം. BR അംബേദ്കർ വാസ് ഇലക്റ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫ്രം വെസ്റ്റ് ബംഗാൾ കേട്ടോ. മറന്നു പോകല്, വെസ്റ്റ് ബംഗാൾ. അദ്ദേഹം ജനിച്ചത് എന്നാണ്? 1891 ഏപ്രിൽ 14 അല്ലേ. 1891 ഏപ്രിൽ 14 ആര് ജനിക്കുന്നത്? BR അംബേദ്കർ ജനിക്കുന്നത് ഏപ്രിൽ 14. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? മധ്യപ്രദേശിലെ മോ ജില്ലയിലാണ് അല്ലേ. മധ്യപ്രദേശിലെ മോ ജില്ലയിലാണ്. ഇന്ന് ആ സ്ഥലത്തിന്റെ പേര് അംബേദ്കർ നഗർ എന്നാണ് കേട്ടോ. അംബേദ്കർ നഗർ എന്നാണ് ഇന്ന് അതിന്റെ പേര്. അദ്ദേഹം അന്തരിക്കുന്നത് 1956 ഡിസംബർ 6 അല്ലേ.
1956 ഡിസംബർ 6 BR അംബേദ്കർ അന്തരിക്കുന്നത്. അതുകൂടി ഓർത്ത് വെച്ചേക്കണം. എവിടെയാണ്? ഡൽഹിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ BR അംബേദ്കർ സ്വീകരിച്ച മതം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് മതമാണ്? ബുദ്ധമതമാണ് അല്ലേ? ബുദ്ധമതം. ഓക്കെ ആണല്ലോ. BR അംബേദ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അംബേദ്കറാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചെയർമാൻ, അതായത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഓഫ് ഇന്ത്യ എന്ന് വെച്ചാൽ ആരാണത്? BR അംബേദ്കർ. ജനിച്ചത് 1891 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോ ജില്ലയിലാണ്. അദ്ദേഹം അന്തരിച്ചത് 1956 ഡിസംബർ 6 എവിടെയാണ്? ഡൽഹിയിലാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം സ്വീകരിച്ച മതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ബുദ്ധമതമാണ് കേട്ടോ. ബുദ്ധ മതം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് 1919 എന്നറിയപ്പെടുന്നത് ഏത് നിയമമാണെന്നാണ് ചോദ്യം കേട്ടോ. അനാർക്കിക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് 1919 എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന റൗലറ്റ് ആക്ട് ആണ്, ഓപ്ഷൻ ബി പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഓപ്ഷൻ സി ഇന്ത്യൻ ആംസ് ആക്ട് ആൻഡ് ഓപ്ഷൻ ഡി ഇൽബർട്ട് ബില്ല്. ഇന്ത്യൻ ആംസ് ആക്ട് നമുക്കറിയാം, അതായത് ഇന്ത്യൻ ആയുധ നിയമമാണ് കേട്ടോ. പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പിറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്ന നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇൽബർട്ട് ബില്ലും അതേപോലെ തന്നെയാണ്. റൗലറ്റ് ആക്ട് ആണ് അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്ന സർ സിഡ്നി റൗലറ്റ് കേട്ടോ. അപ്പൊ റൗലറ്റ് ആക്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? സർ സിഡ്നി റൗലറ്റ് ആണ്. സർ സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് ആക്ട് കൊണ്ടുവന്നത്. സർ സിഡ്നി റൗലറ്റിന്റെ റൗലറ്റ് ആക്ട് നമുക്കറിയാം 1919 വരുന്നത് എന്നല്ലേ. 1919 റൗലറ്റ് ആക്ട് വരുന്നത്. അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ ഏതാണത്? അത് നമ്മുടെ റൗലറ്റ് ആക്ട് ആണ് കേട്ടോ. റൗലറ്റ് ആക്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പൂന പാക്ട് വിച്ച് വാസ് സൈൻഡ് ബിറ്റ്വീൻ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആൻഡ് മഹാത്മാഗാന്ധി ഇൻ 1934 പ്രൊവൈഡഡ് ഫോർ. ദ പൂന പാക്ട് സൈൻ ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെന്റും മഹാത്മാഗാന്ധിയും കൂടിയാണോ? ഈ പൂന പാക്ട് കറക്റ്റ്ലി സൈൻ ചെയ്യുന്നത് ആരൊക്കെ തമ്മിലാണ്? നമ്മുടെ BR അംബേദ്കറും ഗാന്ധിയും കൂടിയാണല്ലേ. ഗാന്ധിക്ക് വേണ്ടി പൂന പാക്ട് ഒപ്പുവെച്ച വ്യക്തിയാണ് ആര്? മദൻ മോഹൻ മാളവ്യ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നാൽ മതി. ദ പൂന പാക്ട് വിച്ച് വാസ് സൈൻഡ് ബിറ്റ്വീൻ BR അംബേദ്കർ ആൻഡ് മഹാത്മാഗാന്ധി ഇൻ 1934 പ്രൊവൈഡഡ് ഫോർ എന്നതാക്കണം. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ, അല്ല ഓപ്ഷൻ നോക്കിയേ. ക്രിയേഷൻ ഓഫ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ ദ മുസ്ലിം, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ് ഫോർ ദ ഹരിജൻ, ജോയിന്റ് ഇലക്ടറേറ്റ് വിത്ത് റിസർവേഷൻ ഫോർ ഹരിജൻ. അപ്പൊ പൂന പാക്ടിനകത്ത് പറയുന്നത് എന്താണ്? ഹരിജനങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ എന്താണ്, SC/ST അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആൾക്കാർക്ക് എന്താണ് ജോയിന്റ് ഇലക്ടറേറ്റ് വിത്ത് റിസർവേഷൻ കൊടുക്കുക എന്നാണ് എന്തിനകത്ത് പറയുന്നത്? പൂന പാക്ടിനകത്ത് പറയുന്നത് അല്ലേ. 1932 വന്ന പൂന പാക്ടിനകത്ത് പറയുന്നത് എന്താണ്? 32 ആണ് കേട്ടോ. 1932 ആണ്. 1932 വന്ന പൂന പാക്ടിനകത്ത് പറയുന്നത് ജോയിന്റ് ഇലക്ടറേറ്റ് വിത്ത് റിസർവേഷൻ ഓഫ് ഹരിജൻസ് എന്നാണ് കേട്ടോ. ജോയിന്റ് ഇലക്ടറേറ്റ് വിത്ത് റിസർവേഷൻ ഓഫ് ഹരിജൻസ് എന്നാണ് പൂന പാക്ടിനകത്ത് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, സൈമൺ കമ്മീഷൻ. നമുക്കൊക്കെ അറിയാം 1927 ഇന്ത്യയിൽ വന്ന സൈമൺ കമ്മീഷൻ ആണ്. സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തതിന്റെ കാരണം എന്താണ്? ഇന്ത്യ അതിനെ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്തു ഇല്ലേ സൈമൺ കമ്മീഷനെ. അതിനുള്ള കാരണം എന്താണ്? നമുക്കറിയാം സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് അല്ലേ നമ്മൾ പറഞ്ഞു എന്താണ്? സൈമൺ പിന്നോട്ട് പോവുക, അല്ലെങ്കിൽ എന്താണ് സൈമൺ തിരിച്ചു പോവുക, സൈമൺ കമ്മീഷന്റെ ആവശ്യം ഇന്ത്യയിൽ ഇല്ല എന്നൊക്കെ നമ്മൾ ആഹ്വാനം ചെയ്തിരുന്നു. സൈമൺ കമ്മീഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബോയ്ക്കോട്ട് ചെയ്യാനുള്ള കാരണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, there was no Indian members in the commission. ഈ കമ്മീഷനകത്ത് ഒരു ഇന്ത്യൻ മെമ്പർ പോലും ഇല്ലായിരുന്നു എന്നതാണ്. ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ദ മുസ്ലിം ലീഗ്. സൈമൺ കമ്മീഷൻ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തതെന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടി ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ എൻറ്റൈറ്റിൽഡ് ടു സ്വരാജ് എന്നതാണ്. എന്താണ് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്താണ് സ്വരാജിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നതാണ്. നാലാമത്തെ എന്താണ്? there were different sources among the മെമ്പേഴ്സിന്, അതായത് നമ്മുടെ ഈ ഇന്ത്യയിലെ മെമ്പേഴ്സിന് മറ്റ് മാർഗങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനാലാണ് സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തതെന്ന്. സത്യത്തിൽ സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. there was no Indian members in the commission ഇല്ലേ. സൈമൺ കമ്മീഷനിൽ ആരില്ലായിരുന്നു? ഇന്ത്യക്കാർ ആരും തന്നെ ഇല്ലായിരുന്നില്ല. 7 പേരുണ്ടായിരുന്നു സൈമൺ കമ്മീഷനിൽ. എന്നാൽ അതിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാതിരുന്നു എന്നതിനാലാണ് സൈമൺ
കമ്മീഷൻ എന്ത് ചെയ്തത്? ബോയ്ക്കോട്ട് ചെയ്തത് അല്ലേ? സൈമൺ കമ്മീഷൻ ബോയ്ക്കോട്ട് ചെയ്തത്. നെക്സ്റ്റ് വൺ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇവന്റ്സ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ മൊണ്ടേഗു ആസ് പ്രിവെന്റീവ് മർഡർ? താഴെ തന്നിരിക്കുന്നതിൽ ഏതിനെയാണ് നമ്മുടെ മൊണ്ടേഗു ഇല്ലേ, മൊണ്ടേഗു അന്നത്തെ എന്താണ് ബ്രിട്ടീഷ് ചീഫ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേഗു എന്താണ് പ്രിവെന്റീവ് മർഡർ എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് തടയാൻ പറ്റുന്ന ഒരു ആയിരുന്നു എന്ന് പ്രിവെന്റീവ് മർഡർ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. കില്ലിംഗ് ഓഫ് INA ആക്ടിവിറ്റീസ്, INA പ്രവർത്തകരെ വധിച്ചത്, മസാക്കർ ഓഫ് ജാലിയൻ വാലാബാഗ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഷൂട്ടിംഗ് ഓഫ് ദ മഹാത്മയെ വധിച്ചത്, പിന്നെ എന്താണ് ബോയ്ക്കോട്ട് ഓഫ് ക്രിപ്സ് മിഷൻ, ക്രിപ്സ് മിഷൻ ബോയ്ക്കോട്ട് ചെയ്തത്. അപ്പോൾ ഒഴിവാക്കാനാവുന്നത് എന്ന് മൊണ്ടേഗു വിശേഷിപ്പിച്ചത് ഏതിനെയാണെന്ന് ചോദിച്ചാൽ ഏതിനെയാണ്? നമ്മൾ പഠിച്ചതാണ്. ഏതിനെയാണ്? മസാക്കർ ഓഫ് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് എന്ത് ചെയ്തത്? പ്രിവെന്റീവ് മർഡർ എന്ന് മൊണ്ടേഗു വിശേഷിപ്പിച്ചത്. നമുക്കറിയാം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമൊക്കെ ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? മൊണ്ടേഗു. ഈ മൊണ്ടേഗു പ്രിവെന്റീവ് മർഡർ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ എന്തിനെയാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. നെക്സ്റ്റ് വൺ ഈസ് അഭിനവ് ഭാരത്. അഭിനവ് ഭാരത് ഈസ് എ സീക്രട്ട് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ് വാസ് ഓർഗനൈസ്ഡ് ബൈ, എല്ലാവർക്കും അറിയാം അഭിനവ് ഭാരത് ആരുടേതാണ്? VD സവർക്കറുടേതാണ് ഇല്ലേ? ആരുടേതാണ്? VD സവർക്കർ. അഭിനവ് ഭാരത് എന്ന സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ്? VD സവർക്കർ ആണ് കേട്ടോ. ആരാണ്? VD സവർക്കറിന്റെ പാർട്ടിയാണ് ഏത്? അഭിനവ് ഭാരത്. നെക്സ്റ്റ് നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലീഡേഴ്സ് ഓഫ് ദ കോൺഗ്രസ് വാസ് ടോട്ടലി ഇൻ ഫേവർ ഓഫ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ? നോക്കിയേ. താഴെ തന്നിരിക്കുന്ന ഏത് നേതാക്കളാണ് എന്ത് ചെയ്തത്? ക്യാബിനറ്റ് മിഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് ആദ്യം അല്ലെങ്കിൽ അതിനൊരു ഫേവർ ഉണ്ടായത് അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം കാണിച്ച ആദ്യത്തെ ലീഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഒന്നാമത്തെ കൊടുത്തിരിക്കുന്ന മഹാത്മാഗാന്ധി കൊടുത്തിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, മൗലാന അബ്ദുൽ കലാം ആസാദാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ക്യാബിനറ്റ് മിഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാമെന്ന ആശയം വെച്ചത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. അതായത് ക്യാബിനറ്റ് മിഷൻ പ്ലാനോട് നമുക്ക് യോജിക്കാം എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആരാണത്? സർദാർ വല്ലഭായ് പട്ടേലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാബിനറ്റ് മിഷൻ ആദ്യം പറഞ്ഞത് എന്താണ്? മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം എന്താണ് പാർട്ടീഷൻ നടക്കില്ല എന്നതാണ് പറഞ്ഞത്. പിന്നീട് മുസ്ലിം ലീഗ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്ത് അംഗീകരിച്ചു? പാർട്ടീഷൻ അംഗീകരിച്ചു ഇല്ലേ? ഇന്ത്യയുടെ പാർട്ടീഷൻ അവരെന്ത് ചെയ്തു? അംഗീകരിച്ചു. പാർട്ടീഷൻ അംഗീകരിച്ചപ്പോൾ INC എന്ത് ചെയ്തു? ക്യാബിനറ്റ് മിഷനോട് യോജിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം INCക്ക് എന്താണ്? പാർട്ടീഷനോട് താല്പര്യമില്ല. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണ് എന്ത് പറഞ്ഞത്? നമുക്ക് ക്യാബിനറ്റ് മിഷനോട് യോജിച്ചു പോകാം, പാർട്ടീഷൻ നടന്നേ പറ്റൂ എന്നുള്ളതാണ് എന്ത്? മുസ്ലിം ലീഗിന്റെ വാദം. അപ്പോൾ പാർട്ടീഷൻ ചെയ്തെങ്കിലേ പറ്റൂ. ഇനി ഇവരും കൂടി ഇതിനകത്ത് ഇത് പിടിച്ചുകൊണ്ടിരുന്നാൽ വീണ്ടും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിലാകും അല്ലേ? അപ്പം ക്യാബിനറ്റ് മിഷനെ ആദ്യമായിട്ട് ഫേവർ കാണിച്ചത് ആരാണെന്ന് വെച്ചാൽ ആരാണത്? അത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം കേട്ടോ. നോക്കാം. ഡയാർക്കി അറ്റ് ദ സെന്റർ ആസ് വെൽ ആസ് ഇൻ ദ പ്രൊവിൻസ്, അതാണ് ഓപ്ഷൻ എ. രണ്ടാമത്തെ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. മൂന്നാമത്തെ പ്രൊവിഷണൽ ഓട്ടോണമി. നാലാമത്തെ ഓൾ ഇന്ത്യ ഫെഡറേഷൻ. നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വ്യക്തമായിട്ട് പഠിച്ചിരുന്നു എന്താണ്? ഡയാർക്കി ഇൻ ദ പ്രൊവിൻസ് ആണ്, അല്ലാതെ ഡയർക്കി എവിടെയില്ല? സെന്ററിൽ, കേന്ദ്രത്തിൽ ഡയർക്കി സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് പ്രൊവിൻസിലാണ് എന്ത് വരുന്നത്? ഡയാർക്കി സംവിധാനം വരുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു ഇല്ലേ? ഇവിടെ പറഞ്ഞ എന്താണ്? പ്രൊവിൻസിനോടൊപ്പം സെന്ററിലും ഡയാർക്കി ഉണ്ടെന്ന് പറഞ്ഞതാണ്. അതെന്താണ്? തെറ്റാണ്. തെറ്റായ ഒരു ഫീച്ചറാണ് ഇത്. ഡയാർക്കി അറ്റ് ദ സെന്റർ ആസ് വെൽ ആസ് ഇൻ ദ പ്രൊവിൻസ്. ഒൺലി ഡയാർക്കി ഇൻ ദ പ്രൊവിൻസ് ആണ്. പ്രൊവിൻസുകളിൽ മാത്രമേ ഡയാർക്കി ഉള്ളൂ. കേന്ദ്രത്തിൽ എന്താണ്? ഒരു ഫെഡറൽ സംവിധാനമാണ് അവർ എന്ത് ചെയ്തത്? മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് അതാണ് എന്ത്? തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ നോക്കിയേ. ഇന്ത്യൻ നാഷണൽ ആർമി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1943 ഇൻ. ഇന്ത്യൻ നാഷണൽ ആർമി നമുക്കറിയാം ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് എന്താരംഭിച്ചത്? ഇന്ത്യൻ നാഷണൽ ആർമി അല്ലേ? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ അല്ലെങ്കിൽ എന്താണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് പോലെ തന്നെ റാസ് ബിഹാരി ബോസിന്റെ പേര് നമ്മൾ പറയണം. റാസ് ബിഹാരി ബോസ്.
റാഷ് ബിഹാരി ബോസ് ആണ് എന്ത് ചെയ്തത്, ഇത് സ്ഥാപിച്ചത് ഇല്ലേ. റാഷ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്നത്. ആദ്യത്തെ ക്യാപ്റ്റൻ ആയ ക്യാപ്റ്റൻ മോഹൻ സിംഗ്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ നാഷണൽ ആർമി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1943 ഇൻ എവിടെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി ആദ്യമായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ് INA വന്നത്? സിംഗപ്പൂരിലാണ് കേട്ടോ, സിംഗപ്പൂരിലാണ്. After returning from South Africa, Gandhiji launched his first successful satyagraha in സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം ഗാന്ധിജി ആരംഭിച്ച അല്ലെങ്കിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വിജയകരമായ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചൗരി ചൗരയാണോ, ദണ്ഡിയാണോ, ചമ്പാരനാണോ, ബർദൌളിയാണോ? ചമ്പാരൻ സത്യാഗ്രഹയാണ് അല്ലേ. 1915 ജാനുവരി 9 ആര് തിരിച്ചെത്തുന്നു? നമ്മുടെ ഗാന്ധിജി തിരിച്ചെത്തുന്നു. 1915 ജനുവരി 9 ഗാന്ധിജി എന്ത് ചെയ്യുന്നു? സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരികെ ഇന്ത്യയിലേക്ക് വരുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത് അല്ലേ. ഈ എന്താണ് പറഞ്ഞത്? ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരികെ വന്നതിന് ശേഷം നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം അല്ലെങ്കിൽ വിജയകരമായ സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് അല്ലേ. 1917 ചമ്പാരൻ സത്യാഗ്രഹ, ബീഹാറിലെ ചമ്പാരനിൽ അദ്ദേഹം നടത്തിയ സത്യാഗ്രഹമാണ് ഇത്, ചമ്പാരൻ സത്യാഗ്രഹ. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹയാണ് ഗാന്ധിജി തിരികെ ഇന്ത്യയിലേക്ക് വന്ന ശേഷം നടത്തിയ ആദ്യത്തെ വിജയകരമായ സത്യാഗ്രഹം. Who among the following organized the famous Chittagong Armory raid? ചിറ്റഗോങ് ആർമറി റെയ്ഡുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് എന്നതാണ്. ഓപ്ഷൻ എ ലക്ഷ്മി സൈഗാൾ, ഓപ്ഷൻ ബി സൂര്യ സെൻ, ഓപ്ഷൻ സി JM സെൻഗുപ്ത, ഓപ്ഷൻ ഡി ബതുകേശ്വർ ദത്ത്. അപ്പം ആരാണ് ചിറ്റഗോങ് ആർമറി റെയ്ഡുമായി ബന്ധപ്പെട്ട വ്യക്തി? ചിറ്റഗോങ് ആർമറി റെയ്ഡുമായി ബന്ധപ്പെട്ട വ്യക്തി സൂര്യ സെൻ ആണ് കേട്ടോ. ആരാണ്? സൂര്യ സെൻ. പഠിച്ചു വെച്ചേക്കണം, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണിത്. ചിറ്റഗോങ് ആർമറി റെയ്ഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആരാണത്? സൂര്യ സെൻ ആണ് കേട്ടോ, സൂര്യ സെൻ. നെക്സ്റ്റ് ഓക്കെ, ദ പ്രസിഡന്റ് ഓഫ് INC അറ്റ് ദ ടൈം ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പാർട്ടീഷൻ സമയത്ത്, ഇന്ത്യയുടെ പാർട്ടീഷൻ നടക്കുന്നത് 1947 അല്ലേ. 1947 ഇന്ത്യൻ പാർട്ടീഷൻ നടക്കുമ്പോൾ നമ്മുടെ INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ C രാജഗോപാലാചാരി, ഓപ്ഷൻ ബി JB കൃപലാനി, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാണ്? അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമയത്തും നമ്മുടെ ഇന്ത്യയുടെ പാർട്ടീഷൻ സമയത്തും ഒക്കെ INCയുടെ പ്രസിഡന്റ് JB കൃപലാനിയാണ് അല്ലേ. നമ്മൾ എടുത്തു പഠിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം, JB കൃപലാനി. അപ്പോൾ ആൻസർ ഏതാണ്? ബി. നെക്സ്റ്റ് നോക്കേ, the last opportunity to avoid the partition of India was lost with the rejection of നോക്കേ, അതായത് നമുക്ക് ഇന്ത്യ പാർട്ടീഷൻ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം അല്ലേ, അത് ഇല്ലാതാക്കണം. ഇന്ത്യ വിഭജനം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്കുള്ള അവസാനത്തെ ഓപ്പർച്യൂണിറ്റിയും റിജക്ഷൻ ചെയ്തുകൊണ്ട് നിലവിൽ വന്നതാണ് ഏത്? ക്യാബിനറ്റ് മിഷനാണ് കേട്ടോ, ക്യാബിനറ്റ് മിഷൻ. അതായത് ക്യാബിനറ്റ് മിഷൻ ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ പാർട്ടീഷനോട് താല്പര്യമില്ല, ഇന്ത്യയുടെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കല്ല ക്യാബിനറ്റ് മിഷൻ ഇവിടെ വന്നതെന്നാണ്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ആവശ്യപ്രകാരം എന്താണ്, ഇന്ത്യയുടെ പാർട്ടീഷൻ എന്നൊരു കാര്യം കൂടി ആർക്ക് നടത്തേണ്ടി വന്നു? ക്യാബിനറ്റ് മിഷന് നടത്തേണ്ടി വന്നു കേട്ടോ. സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് എന്ത്? ബോർഡർ കമ്മിറ്റി ചെയർമാൻ സർ. അതായത് ഇന്ത്യയുടെ പാർട്ടീഷനുമായി ബന്ധപ്പെട്ട ബോർഡർ കമ്മിറ്റി ചെയർമാൻ ആരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? അറിയപ്പെടുന്ന പേര് റാഡ്ക്ലിഫ് രേഖ എന്നാണ് കേട്ടോ, റാഡ്ക്ലിഫ് രേഖ എന്നാണ് കേട്ടോ, റാഡ്ക്ലിഫ് രേഖ എന്നാണ് ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്നതും കേട്ടോ. സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് ബോർഡർ കമ്മിറ്റിയുടെ ചെയർമാൻ എന്നത് മറന്നു പോകല്. ദെൻ പാർട്ടീഷൻ വന്നത് 1947 ഓർത്ത് വെച്ചേക്കണം. ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ അവസാനത്തെ ഒരു പ്രതീക്ഷ കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ആര് വരുന്നത്? ക്യാബിനറ്റ് മിഷൻ എന്ത് പറഞ്ഞത്? ഇന്ത്യയുടെ പാർട്ടീഷൻ നടന്നെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞത്. In October 1920, who headed a group of Indians gathered at Tashkent to set up the Communist Party of India? നോക്കിയേ, 1920 ഒക്ടോബർ മാസത്തിൽ താഷ്കെൻഡിൽ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നേതാവ് ആരാണെന്നാണ് ചോദ്യം ഇല്ലേ. ആരാണ്? സർക്കാർ, PC ജോഷി, MC ചാഗ്ല, MN റോയ്. ആരാണ്?
എം എൻ റോയ് ആണ് അല്ലേ. നമുക്കറിയാം എം എൻ റോയ് ആണ് എന്ത് രൂപീകരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? ഡോക്ടർ എം എൻ റോയ് ആണ് കേട്ടോ. ഡോക്ടർ എം എൻ റോയ് ആണ്, മറന്നു പോകരുത്. Next question, who drafted resolution on fundamental rights to the Karachi session of Congress in 1931? 1931 കറാച്ചിയിൽ വെച്ച് നടന്ന INC സെഷനിൽ എന്താണ് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം കേട്ടോ. ഓപ്ഷൻ എ BR അംബേദ്കർ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്ക് എല്ലാവർക്കും അറിയാം 1931 കറാച്ചി സെഷന്റെ അല്ലെങ്കിൽ കറാച്ചി INC സെഷന്റെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ അതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ അവിടെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമല്ല. അതാരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് എന്ത് ആൻസർ, മറന്നു പോകല്ലേ. 31 കറാച്ചി സെഷൻ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവതരിപ്പിച്ച INC സെഷന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണത്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. എന്നാൽ INC സെഷൻ ആരംഭിച്ചത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് വെച്ചാൽ ആരാണത്? അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ടി വാസ് ഫൗണ്ടഡ് ബൈ സുഭാഷ് ചന്ദ്ര ബോസ് ഇൻ ദ ഇയർ 1939 ആഫ്റ്റർ ഹി ബ്രോട്ട് എവേ ഫ്രം ദ കോൺഗ്രസ്? നമുക്ക് എല്ലാവർക്കും അറിയാം 1938 ഹരിപുര സമ്മേളനം ഇല്ലേ. ഹരിപുര INC സെഷൻ ആരായിരുന്നു INCയുടെ പ്രസിഡന്റ്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ് അല്ലേ. സുഭാഷ് ചന്ദ്ര ബോസ് ആണ് നമുക്കറിയാം. ഇനി 1939 ത്രിപുരി സെഷൻ ആരായിരുന്നു INCയുടെ പ്രസിഡന്റ് ആയത്? സുഭാഷ് ചന്ദ്ര ബോസ് തന്നെയാണ് അല്ലേ. സുഭാഷ് ചന്ദ്ര ബോസ് തന്നെയാണ് INCയുടെ ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് INC എന്ന് വെച്ചാൽ അതുവരെ നോമിനേഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണ് INC ഇലക്ഷൻ നടത്തുന്നത് 1939 INCയുടെ ഫസ്റ്റ് ഇലക്ടഡ് പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ അതും സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. അദ്ദേഹം അവിടെ സെലക്ട് ആയി കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധി എതിരുന്നു പട്ടാഭി സീതാരാമയാണ് മഹാത്മാഗാന്ധി നിർത്തിയത് അല്ലേ. ഇലക്ഷന് വേണ്ടി മഹാത്മാഗാന്ധി നോമിനേറ്റ് ചെയ്തത് ആരെയാണ്? പട്ടാഭി സീതാരാമയ്യാണ് അല്ലേ. അദ്ദേഹം തോറ്റു. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇലക്ഷനിൽ ജയിച്ചത്. അതിൽ പ്രതിഷേധിച്ച്, അതായത് ഗാന്ധിജിയുടെ പോലും നോമിനി താനല്ലല്ലോ, അപ്പോൾ അതിനകത്തും ഒരുപാട് പേരുള്ള വിമർശനങ്ങളോടെ അദ്ദേഹം എന്ത് ചെയ്തു? INCയിൽ നിന്നും INCയുടെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം എന്ത് ചെയ്തു? വേണ്ട എന്ന് വെച്ചിട്ട് അദ്ദേഹം ആരംഭിച്ച പാർട്ടി ഏതാണെന്നാണ് ചോദ്യം. നോക്കിയേ, 1939 അദ്ദേഹം എന്താണ് കോൺഗ്രസിൽ നിന്നും പോയിട്ട് അദ്ദേഹം ആരംഭിച്ച പാർട്ടി ഏതാണെന്നാണ് ചോദ്യം. ഇന്ത്യൻ ഫ്രീഡം പാർട്ടി, കോൺഗ്രസ് ഇന്ത്യ പാർട്ടി, റവല്യൂഷണറി ഫ്രണ്ട്, ഫോർവേഡ് ബ്ലോക്ക്. നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടിയാണ് ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക് ആണ് എന്ത്? സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടിയിൽ ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക് ആണ് എന്ത്? സുഭാഷ് ചന്ദ്രബോസിന്റെ പാർട്ടി. 1939 അദ്ദേഹം ആരംഭിച്ചതാണ് ഏത്? ഫോർവേഡ് ബ്ലോക്ക് എന്നത്. 1938 ഹരിപുര സെഷനും 1939 ത്രിപുരി സെഷനും ഓർത്തു വെച്ചേക്കണം. രണ്ടിനെയും പ്രസിഡന്റ് ആരാണ്? രണ്ടിനെയും പ്രസിഡന്റ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 അദ്ദേഹം ആരംഭിച്ച പാർട്ടിയാണ് ഏത്? ഫോർവേഡ് ബ്ലോക്ക് ആണ് കേട്ടോ. ഫോർവേഡ് ബ്ലോക്ക്. The song Amazona Bangla, written during the Swadeshi movement of India, inspired the liberation struggle of Bangladesh and this adapted as the national anthem of Bangladesh. Who wrote the song? The Amazona Bangla നമ്മൾ പഠിച്ചു. സ്വദേശി മൂവ്മെന്റിന്റെ സമയത്ത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഒരു ദേശഭക്തി ഗാനമായിരുന്നു ഇത് അമർസോന ബംഗ്ല എന്നത്. പിന്നീട് ബംഗ്ലാദേശ് ലിബറേഷൻ സ്ട്രഗിൾ അവർ ഈ ഗാനത്തെ
ആകൃഷ്ടരാകുകയും അവരുടെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ട് എന്തിനെ എടുക്കുകയും ചെയ്തു? അമർ സോന ബംഗ്ലയെ എടുക്കുകയും ചെയ്തു ഇല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അമർ സോന ബംഗ്ല എഴുതിയത് ആരാണെന്നാണ്. ആരാണത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇല്ലേ? രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്തെഴുതിയത്? അമർ സോന ബംഗ്ല എഴുതിയത്. നമ്മുടെ നാഷണൽ ആന്തമായ ജനഗണമന എഴുതിയതും ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലേ? ജനഗണമന എഴുതിയതും ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതും ആര് തന്നെയാണ്? ടാഗോർ ആണ് കേട്ടോ, ടാഗോർ ആണ്. അപ്പം ജനഗണമന എഴുതിയതും ആരാണ്? അത് ബംഗാളി ഭാഷയിലാണ്. ആരാണ്? ടാഗോർ ആണ്. അതേപോലെ തന്നെ അത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തതും ആര് തന്നെയാണ്? ടാഗോർ ആണ്. അമർ സോന ബംഗ്ല ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തമാണ്. അത് എഴുതിയതും ആര് തന്നെയാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ആണ്. Was the Viceroy of India when the Rowlatt Act was passed? റൗലറ്റ് ആക്ട് പാസ്സാക്കുന്ന സമയം, അതായത് 1919 കേട്ടോ, 1919 നമുക്കറിയാം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അല്ലെങ്കിൽ എന്താണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ാണെന്നറിയാം അല്ലേ? ആ സമയത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു മൊണ്ടേഗു. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ആര്? ചെംസ്ഫോർഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം 1919 സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്തൊക്കെ വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ ആരാണത്? ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ലോർഡ് ചെംസ്ഫോർഡ് ആണ് എന്ത്? റൗലറ്റ് ആക്ട് 1919 സമയത്തും അല്ലെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ടൈമിലും, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജാലിയൻ വാലാബാഗ് മസാക്കർ ടൈമിലും ഒക്കെ എന്താണ് ഇന്ത്യയുടെ വൈസ്രോയി 1919 ടൈമിൽ ചെംസ്ഫോർഡ് ആണ് എന്ത്? ഇന്ത്യയുടെ വൈസ്രോയി. ഓർത്ത് വെച്ചേക്കണേ, 1919 സമയത്ത് ആരാണ്? ചെംസ്ഫോർഡ് ആണ്. Which one of the following was a journal brought out by അബ്ദുൽ കലാം ആസാദ്? താഴെ തന്നിരിക്കുന്നതിൽ അബ്ദുൽ കലാം ആസാദിന്റെ ജേണൽ ഏതാണെന്നാണ് ചോദ്യം. ആദ്യം കൊടുത്തേക്കുന്നത് കോമറേഡ് ആണ്, രണ്ടാമത് കൊടുത്തേക്കുന്നത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നതാണ്, മൂന്നാമത് അൽ ഹിലാൽ, നാലാമത് കൊടുത്തേക്കുന്നത് ഏതാണ്? കോമൺ വീലി എന്നതാണ് അല്ലേ? കോമൺ വീലി എന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന അബ്ദുൽ കലാം ആസാദിന്റെ ജേണൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജേണലാണ് ഏത്? അൽ ഹിലാലും അൽ ബലാഗും. ഏതാണ്? അൽ ഹിലാല്, അൽ ബലാഗ്. ഇത് രണ്ടും നമ്മുടെ അബ്ദുൽ കലാം ആസാദിന്റെ ജേണലാണ് കേട്ടോ. അബ്ദുൽ കലാം ആസാദിനെ നമുക്കറിയാം നമ്മുടെ ആദ്യത്തെ എന്താണ്? എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബ്ദുൽ കലാം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നേ ബിഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഏറ്റവും കൂടുതൽ കാലം INCയുടെ പ്രസിഡന്റ് ആയത് ആരാണെന്ന് വെച്ചാൽ അത് ആര് തന്നെയാണ്? നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. INCയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റും ആര് തന്നെയാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ ക്രിപ്സ് മിഷൻ പ്രൊപ്പോസൽ ഇൻക്ലൂഡ് ദ പ്രൊവിഷൻ ഫോർ ഫുൾ ഇൻഡിപെൻഡന്റ് ഓർ ഇന്ത്യ ക്രിയേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് ബോഡി. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോ ഈസ് കറക്റ്റ്? ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ അങ്ങ് വിട്ടേരെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ ഓഫ് ദ ഫോളോയിങ് പ്രൈം മിനിസ്റ്റർ സെൻഡ് ക്രിപ്സ് മിഷൻ ടു ഇന്ത്യ? ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണെന്ന് കേട്ടോ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ഫസ്റ്റ് ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന റംസെ മക്ഡൊണാൾഡ്, ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്ന സ്റ്റാൻലി ബാൾഡി, നെക്സ്റ്റ് വൺ സി വിൻസ്റ്റൺ ചർച്ചിൽ, ഓപ്ഷൻ ഡി ക്ലെമൻ ആറ്റ്ലി. അപ്പോൾ നമ്മുടെ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ് അല്ലേ? വിൻസ്റ്റൺ ചർച്ചിലാണ് എന്ത്? ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പോൾ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ചർച്ചിൽ. എന്നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത്? 1942 അല്ലേ? 1942 എന്ത് ചെയ്യുന്നത്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. നെക്സ്റ്റ് വൺ ഏതാണ്? നമ്മുടെ ക്യാബിനറ്റ് മിഷൻ ആണ് അല്ലേ? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ നമുക്കറിയാം. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ക്ലെമൻ ആറ്റ്ലി ആണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണ്? ക്ലെമൻ ആറ്റ്ലി ആണ്. അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണെന്ന് വെച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലും, ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണെന്ന് വെച്ചാൽ അത് ക്ലെമൻ ആറ്റ്ലി ആണ്. മറന്നു പോകല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മൂവ്മെന്റ് ഈസ് എ സ്ലോഗൻ ഡു ഓർ ഡൈ അസോസിയേറ്റഡ്? ഡു ഓർ ഡൈ അതായത് എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക.
ഡു ഓർ ഡൈ എന്ന സ്ലോഗൻ ആരുടേതാണ്? ആരാണ് ഇത് അനൗൺസ് ചെയ്തത്? ഡു ഓർ ഡൈ ഗാന്ധിജിയുടേതാണ് അല്ലേ? ഗാന്ധിജിയുടെ സ്ലോഗൻ ആണ് ഇത് ഡു ഓർ ഡൈ എന്നത്. അപ്പം ഡു ഓർ ഡൈ എന്ന ആഹ്വാനം ഏത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്വദേശി മൂവ്മെന്റ്, ഓപ്ഷൻ ബി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, ഓപ്ഷൻ സി സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇല്ലേ, സ്വദേശി മൂവ്മെന്റ് നമുക്കറിയാം 1905 എന്ത് വരുന്നത്? സ്വദേശി മൂവ്മെന്റ് വരുന്നത് അല്ലേ. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് വരുന്നത് 1920 നമുക്കറിയാം. സിവിൽ ഡിസോബീഡിയൻസ് ആകുമ്പോൾ 1930 അറിയാം. നെക്സ്റ്റ് വൺ ഈസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 1942 നടത്തിയ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലാണ് ഗാന്ധിജി എന്ത് പറഞ്ഞത്? ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ചെയ്തത് കേട്ടോ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യും? മരിക്കും ഇല്ലേ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്സ് 1930 അല്ലേ. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ദണ്ഡി മാർച്ച് നടത്തിയത് അല്ലേ. ദണ്ഡി മാർച്ച് ആൻഡ് സാൾട്ട് സത്യാഗ്രഹ. ദണ്ഡി മാർച്ച് ആൻഡ് സാൾട്ട് സത്യാഗ്രഹ, അത് രണ്ടും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോൺ കോർപ്പറേഷൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഏത് സംഭവം? ചൗരി ചൗര ഇൻസിഡന്റ് അല്ലേ. ചൗരി ചൗര ഇൻസിഡന്റ് ഗാന്ധിജി തന്റെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെക്കാൻ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവയെ ഉപേക്ഷിക്കാനുണ്ടായ കാരണം ചൗരി ചൗര ഇൻസിഡന്റ് ആണ് അല്ലേ. 1922 ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. സ്വദേശി മൂവ്മെന്റ് നമുക്കറിയാം 1905 എന്ത് വരുന്നത്? സ്വദേശി മൂവ്മെന്റ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫോർ ദ കറാച്ചി സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1931 presided over by സർദാർ പട്ടേൽ who drafted the resolution on fundamental rights and economic program. അതായത് നമ്മുടെ INC 1931 സെഷനിൽ കറാച്ചി സെഷനിൽ സർദാർ പട്ടേൽ പ്രസിഡന്റ് ആയിരുന്ന ആ ഒരു INC കറാച്ചി സെഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സും എക്കണോമിക് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും കണ്ടതാണ്. ആരാണത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ടി ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ BR അംബേദ്കർ? BR അംബേദ്കറിന്റെ പാർട്ടി ഏതാണെന്നാണ് ചോദ്യം. നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ദ പെസന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി കൊടുത്തേക്കുന്ന ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. ആൻഡ് മൂന്നാമത് കൊടുത്തേക്കുന്നത് ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടിയാണ്. ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി. അങ്ങനെ 3 പാർട്ടികൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ദ പെസന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി ഓഫ് ഇന്ത്യ, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, അത് നമുക്കറിയാം. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ BR അംബേദ്കറുടേതാണെന്ന് നമുക്കറിയാം ഇല്ലേ. BR അംബേദ്കർ മഹർ എന്ന് പറയുന്ന ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് മഹർ മൂവ്മെന്റ് ഒക്കെ നടത്തിയ ഒരു വ്യക്തിയാണ് ആര്? BR അംബേദ്കർ. മഹർ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? BR അംബേദ്കർ. ദെൻ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ഇത് ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടിയും ആരുടേത് തന്നെയാണ്? നമ്മുടെ BR അംബേദ്കറുടേതാണ് കേട്ടോ. ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടിയും BR അംബേദ്കറുടേതാണ്. അപ്പം ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി എന്നിവ BR അംബേദ്കറുടേതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? 2 and 3 only. ഏതാണ്? 2 and 3 only. ഇത് 2, 3 ആരുടേതാണ്? BR അംബേദ്കറുടെ പാർട്ടികളാണ്. നെക്സ്റ്റ് നോക്കിയേ. മഹാത്മാഗാന്ധി അണ്ടർടുക്ക് ഫാസ്റ്റ് അൺടു ഡെത്ത് ഇൻ 1932 മെയിൻലി ബിക്കോസ്. നോക്കിയേ, അതായത് മരണം വരെയും സത്യാഗ്രഹം ചെയ്യുമെന്ന് 1932 ഗാന്ധിജി പറഞ്ഞത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ എ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഫെയിൽഡ് ടു സാറ്റിസ്ഫൈ ഇന്ത്യൻ പൊളിറ്റിക്കൽ ആസ്പിറേഷൻ. ഓപ്ഷൻ ബി കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ് ഹാഡ് എ ഡിഫറെൻറ്റ് സൈസ് ഓഫ് ഒപ്പീനിയൻ. ആൻഡ് ഓപ്ഷൻ സി റംസേ മക്ഡൊണാൾഡ് അനൗൺസ്ഡ് ദ കമ്മ്യൂണൽ അവാർഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. അതായത് 1932 അദ്ദേഹം മരണം വരെയും സത്യാഗ്രഹം ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മുടെ റംസേ മക്ഡൊണാൾഡിന്റെ കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഹരിജൻസിന് അല്ലെങ്കിൽ എന്താണ് ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യക്കാർക്ക് പ്രത്യേകം നിയോജക മണ്ഡലം എന്ന ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നൊരു സംവിധാനം ഈ കമ്മ്യൂണൽ അവാർഡ് വഴി റംസേ മക്ഡൊണാൾഡ് കൊണ്ടുവന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് 1932 പൂനെ ജയിലിൽ വെച്ചിട്ട് മരണം വരെയും സത്യാഗ്രഹം ചെയ്യുമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ടാണ് 1932 നമ്മുടെ BR അംബേദ്കറും മഹാത്മാഗാന്ധിയും കൂടി എന്ത് ചെയ്യുന്നത്? ഒരു ധാരണയിലെത്തി പൂന പാക്ട് സൈൻ ചെയ്യുന്നത് അല്ലേ. പൂന പാക്ട് സൈൻ ചെയ്തത് ഗാന്ധിജി ജയിലായിരുന്നതിനാൽ ഗാന്ധിജിക്ക് വേണ്ടി പൂന പാക്ടിൽ സൈൻ ചെയ്തത് മദൻ മോഹൻ മാളവ്യയാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട്
പഠിച്ചിട്ടുണ്ട്. അപ്പം റംസേ മക്ഡൊണാൾഡിൻ്റെ എന്താണ് കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി 1932 മരണം വരെയും സത്യാഗ്രഹം ചെയ്യുമെന്ന് പൂന ജയിലിൽ വെച്ച് പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ് വൺ ഈസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ റെസ്പോൺസ് ടു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ആരംഭിച്ചതെന്നാണ് ചോദ്യം. ക്യാബിനറ്റ് മിഷൻ, ക്രിപ്സ് പ്രൊപ്പോസൽ, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ആൻഡ് വേവൽ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ 1946 അല്ലേ, 1946 ഇയർ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. ക്രിപ്സ് മിഷൻ 1942 സൈമൺ കമ്മീഷൻ 1927 വരുന്നത്. വേവൽ പ്ലാൻ 1945 വരുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942 വരുന്നത്. നിങ്ങൾ നോക്കിയേ, ക്രിപ്സ് മിഷൻ പ്രൊപ്പോസലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിപ്സ് മിഷൻ പ്രൊപ്പോസൽസിൽ പ്രതിഷേധം കാണിച്ചുകൊണ്ടാണ് ഗാന്ധിജി എന്താരംഭിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരംഭിക്കുന്നത് കേട്ടോ. അപ്പം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വാസ് ലോഞ്ച്ഡ് ഇൻ റെസ്പോൺസ് ടു ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനുമായി ബന്ധപ്പെട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി ആരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്ലോഗനാണ് നമ്മൾ നേരത്തെ പഠിച്ച ഡു ഓർ ഡൈ എന്നത്. നെക്സ്റ്റ് നോക്കിയേ, വിത്ത് റെഫറൻസ് ടു ദ ക്യാബിനറ്റ് മിഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ കറക്റ്റ്. ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ, ഇറ്റ് റെക്കമെൻഡഡ് ഗവൺമെന്റ് എ ഫെഡറൽ ഗവൺമെന്റ്. രണ്ടാമത്, ഇറ്റ് എൻലാർജ്ഡ് ദ പവർ ഓഫ് ഇന്ത്യൻ കോർട്ട്. മൂന്നാമത്തെ, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ മോർ ഇന്ത്യൻസ് ഇൻ ദ ICS. ICS മീൻസ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇറ്റ് റെക്കമെൻഡഡ് ഗവൺമെന്റ് എ ഫെഡറൽ ഗവൺമെന്റ്. എന്താണ്? നമ്മുടെ ഗവൺമെന്റ് ഒരു ഫെഡറൽ ഗവൺമെന്റ് ആയിട്ട് ഉയർത്താം എന്ന് ക്യാബിനറ്റ് മിഷൻ നമുക്ക് എന്ത് ചെയ്തിരുന്നു? റെക്കമെൻഡ് ചെയ്തിരുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ഓപ്ഷൻ 1 കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ 2 നോക്കിയേ, ഇറ്റ് എൻലാർജസ് ദ പവർ ഓഫ് ഇന്ത്യൻ കോർട്ട്. അങ്ങനെ ഒരു കാര്യം ക്യാബിനറ്റ് മിഷനകത്ത് എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല കേട്ടോ. ക്യാബിനറ്റ് മിഷനകത്ത് കോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ്? തെറ്റാണ്. അതെന്താണ്? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് പ്രൊവൈഡ് ഫോർ മോർ ഇന്ത്യൻസ് ഇൻ ദ ഇന്ത്യൻ സിവിൽ സർവീസ്. അങ്ങനെ ഒരു കാര്യം ക്യാബിനറ്റ് മിഷനകത്ത് വന്നിട്ടില്ല. ക്യാബിനറ്റ് മിഷന്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ അധികാര കൈമാറ്റമാണ് കേട്ടോ. അധികാര കൈമാറ്റം, പവർ ട്രാൻസ്ഫർ ആയിരുന്നു എന്തിന്റെ ലക്ഷ്യം? ക്യാബിനറ്റ് മിഷൻ്റെ അല്ലേ? ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എത്രയാണ്? 3 പേരാണ് അല്ലേ? ആരൊക്കെയാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ? പത്വിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, അതായത് നമ്മുടെ ക്രിപ്സ് മിഷന്റെ ചെയർമാനായ സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് AV അലക്സാണ്ടർ അല്ലേ? ഇത് ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ ആരാണ്? പത്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ പത്വിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷന്റെ എയിം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ദ പവർ ഓഫ് ഇന്ത്യ എന്നതായിരുന്നു എയിം. ക്യാബിനറ്റ് മിഷൻ പറഞ്ഞിരുന്നത് ഇറ്റ് റെക്കമെൻഡഡ് ഗവൺമെന്റ് എ ഫെഡറൽ ഗവൺമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിനെ എന്ത് ചെയ്യുക? ടു ഫോം എ ഫെഡറൽ ഗവൺമെന്റ് ആക്കി മാറ്റുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത്. അധികാര കൈമാറ്റവും കൂടി അതിന്റെ ലക്ഷ്യമാണ്. അതിനകത്ത് ഇന്ത്യൻ സിവിൽ സർവീസിനകത്ത് കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇങ്ങനെയുള്ള ഒരു കാര്യം തന്നെ ക്യാബിനറ്റ് മിഷൻ പറഞ്ഞിട്ടില്ല. അപ്പം ഏത് മാത്രമാണ് കറക്റ്റ്? only 1 ഇല്ലേ? 1 only, അതായത് ഒന്നാമത്തെ മാത്രമാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു ഇവിടെ നോക്കി. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് കൂടിയുണ്ട്, അതായത് പ്രീവിയസ് ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. എനിവേ, താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.